അന്ന് കല്യാണത്തിൻ്റെ അന്ന് 35 കൊല്ലം മുമ്പ് നിൻ്റെ വീട്ടുകാർ നിന്നതൊത്തില്ല. ഈ സഹോദരിയാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരു CD. ഓരോ വഴക്കിനും പഴയ സംഭവങ്ങൾ മൊത്തം പറയും ഇവർ രണ്ടുപേരും കൂടെ. സ്നേഹം പാപങ്ങളുടെ റെക്കോർഡ് സൂക്ഷിക്കുന്നില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ഞാൻ ഈ സ്വർഗീയ വിരുന്നിൻ്റെ ഉണർവൊക്കെ ഉണ്ടായപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടൊക്കെ ആയിരിക്കും ചിലർ ഊമക്കത്തുകൾ എഴുതി, ചിലർ പേര് വെച്ച് എനിക്ക് കത്തുകൾ എഴുതി. അവരോടെല്ലാം എൻ്റെ മനസ്സ് വലിയ കയ്പുണ്ടായിരുന്നു. എന്നെ സ്നേഹിച്ച ചിലരെഴുതി, ചില മാസികകളിൽ എഴുതി. ഇതെല്ലാം കൂടെ ഞാനൊരു ഫയലിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവത്തിൻ്റെ നമുക്ക് കർത്താവ് എന്നോട് ചോദിച്ചു, എടാ മോനെ, നിൻ്റെ കയ്യിൽ 5 കത്തല്ലേ ഇരിപ്പുള്ളൂ. നീ ജീവിതത്തിൽ ചെയ്ത കുഴപ്പങ്ങളുടെ ലിസ്റ്റ് ഞാനിവിടെ സൂക്ഷിച്ചിരുന്നെങ്കിൽ വലിയ മനോരമ പത്രം അടിക്കുന്ന റീലെ പോലും കൊള്ളുകയില്ലായിരുന്നു. അതല്ല 1 മിനിറ്റ് കൊണ്ട് ഞാൻ പുറത്തെങ്കിൽ അതാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവൻ അവളെ താൻ ആഗ്രഹിക്കുന്ന ഒരു മണവാട്ടിയാക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആയിട്ടില്ല നമ്മളാരും. അതുപോലെ സ്തോത്രം, മോൻ്റെ ഉള്ളിൽ ഒരു നല്ല ഭാര്യയെക്കുറിച്ചുള്ള ചിന്താഗതിയില്ലേ, നാളെ അത് ഈ മോളിൽ പ്രതീക്ഷിക്കരുത്. പക്ഷെ സ്നേഹിക്കും തോറും അത് വെളി വരും. ഇവളുടെ ഉള്ളിൽ പല ജീവിത സാഹചര്യം നാം മോള് വന്നിരിക്കുന്നത്. പക്ഷെ മോളുടെ അകത്ത്, അതുകൊണ്ടാണ് ഒരു വെറും മുക്കുവനിൽ അപ്പോസ്തോലിനെ യേശു കണ്ടു. നാളെ അപ്പോസ്തോലനായോ നോക്കിയില്ല. ആ സ്നേഹം കൊടുക്കും തോറും മനസ്സിലാവുന്നുണ്ടല്ലോ. നാളെ പ്രതീക്ഷിക്കരുത്. നാളെ രാവിലത്തെ ഈ മോളുടെ ചായ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കൊരുറപ്പുമില്ല. നല്ലതായിരിക്കട്ടെ, നല്ല ചായ ഇടാൻ പഠിച്ചായിരിക്കും വന്നത്. നാളെ രാവിലത്തെ ചായ വായി വെക്കാൻ കൊള്ളുകയാണേലും ഇങ്ങനെ പറയണം, മോളെ അടിപൊളി ചായ ആയിരിക്കും. പിന്നെ വേണ്ട മധുരം ഒരിച്ചിരി അത്രയും തിളപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെയായിരുന്നു യേശു സഭയെ ചെയ്തേ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 7 സഭകളോട് പറയുമ്പോൾ ഓരോ സഭയോടും പറയാം, നീ എനിക്ക് വേണ്ടി നിന്നില്ലേ, നീ കഷ്ടം അനുഭവിച്ചില്ലേ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഉപ്പ് കുറഞ്ഞ 365 ദിവസത്തിൽ ഒരു ദിവസം ഉപ്പ് കുറഞ്ഞത് പറഞ്ഞു. 364 ദിവസം ഉപ്പ് നേരെയായിരുന്നു ആരും പറഞ്ഞില്ല. ഒരു വാക്കുകൊണ്ട് നീയാ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയണം. പറയുന്നില്ലെങ്കിൽ ലാലപ്പം ബ്രദർ ഈ പാട്ട് നിങ്ങളെ പഠിപ്പിക്കും. വൈകിട്ട് ഭാര്യയുടെ കയ്യെ പിടിച്ച് പാട്ട് പാടിയാലും കുഴപ്പമില്ല. ഞാൻ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ച് നിർത്തി ഈ പാട്ട് പാടിപ്പിക്കാറുണ്ട്. ലണ്ടനിൽ ചെയ്തിട്ടുണ്ട്, വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് പിണങ്ങിയിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറ്റം പറയാനല്ല നമ്മളെ വിളിച്ചത്, കുറ്റങ്ങളെ ഉള്ളന്നേ, കുറ്റങ്ങളെ മറയ്ക്കുന്ന ആ സ്നേഹം. ഒന്ന് നോയിക്കേ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അകത്തെ മുത്തു വെളിയിൽ വരും. സ്തോത്രം. അപ്പോൾ ആ ചായ അല്ലെങ്കിൽ യേശു ചെയ്ത പോലെ നല്ലതായിരിക്കുന്നു. പക്ഷെ ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന് യേശു പറഞ്ഞു. അതാ ക്രിസ്തു സഭയെ ചെയ്തു. അങ്ങനെ ചെയ്താൽ നാളത്തെ ചായ ബെസ്റ്റായിരിക്കും. അതിന് ഒരു ഇതെന്തോ ചായ അടി, ഞങ്ങളുടെ വീട്ടുകാരുടെ ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നേരെയാവും. അങ്ങനെ പറഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ചാൽ പിറ്റേന്ന് പഞ്ചസാരയ്ക്ക് ആ വെപ്രാളത്തിന് ഉപ്പിട്ടുകൊണ്ട് വരും, ഒന്നുകൂടെ കുഴയും. ഒരഭിനന്ദനത്തിൻ്റെ വാക്ക്. ഇതാ ക്രിസ്തു ചെയ്ത്. നമ്മൾ വലിയ ഹല്ലേലൂയ വലിയ ബഹളങ്ങളോ ഒക്കെ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ജീസസ് ഈസ് വെരി പ്രാക്ടിക്കൽ, ഒരു പ്രായോഗികനാണ്. അങ്ങനെ നമ്മളെ ആക്കാനാണ് യേശു വന്നത്. അതിനെക്കുറിച്ച് ഈ മനോഹരമായ ഗാനം, കുറവുകളൊന്നും നോക്കാത്ത സ്നേഹം. ഒരു ഭർത്താവ് ഭാര്യയോട് പാടുന്ന പോലെയായി പാട്ട് കേട്ടോ. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ, കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. ഒന്ന് കണ്ണുകളൊന്ന് അടച്ചേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഭർത്താക്കന്മാരും, ഇനി വിവാഹം കഴിക്കാനുള്ള ചെറുപ്പക്കാരായ സഹോദരന്മാരും, എല്ലാ ഭാര്യമാരും പെൺകുട്ടികളും, ഇന്ന് വിവാഹിതനാകുന്ന പ്രിയ സഹോദരനും സഹോദരിയും ഒരു നിമിഷം തലവണക്കി പ്രാർത്ഥിച്ച്, കർത്താവേ, നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണേ.
നീ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല എന്ന് പറയാനില്ല. നീ ഇത് ചെയ്തില്ലേലും ഞാൻ നിന്നെ സ്നേഹിക്കും. നീ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലേലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനല്ലേ യേശു നമ്മളെ സ്നേഹിക്കുന്നത്. അതാ പത്രോസും പറയുന്നത്. ഒരു ഭർത്താവ് വചനം അനുസരിക്കുന്നില്ലേലും ഭാര്യ വലിയ വചനമൊന്നും പറയണ്ട, നിൻ്റെ ഹൃദയം കൊണ്ടൊന്ന് താന്നേ. പുറമേ ഉള്ള നിൻ്റെ അലങ്കാരം അല്ല, നിൻ്റെ ഹൃദയത്തിൻ്റെ ആ അലങ്കാരം ഒന്ന് കാട്ടിക്കൊടുത്തേ, അവനൊരു നല്ല ഭർത്താവായി മാറും. ഇന്ന് നിൻ്റെ ഭാര്യ അഴുക്കാ, ഭർത്താവ് അഴുക്കാന്ന് പറയാതെ നീ അവളെ നല്ലതാക്കാൻ പോകും, നീ അവനെ ബെസ്റ്റാക്കാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതം ഒരു സ്വർഗമാക്കി പണിയുവാൻ കർത്താവിനോട് ചേർന്ന് ഭർത്താക്കന്മാരായി ഞങ്ങളെ സഹായിക്കണമേ, ഭാര്യമാരെ സഹായിക്കണമേ. ഇവിടെ വന്ന എല്ലാ കുടുംബങ്ങളും സ്വർഗഭവനങ്ങളായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഈ വിവാഹം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു വലിയ സത്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊരു വലിയ സംഭവത്തെ ചൂണ്ടിക്കാണിക്കുക. ആത്മമണവാളനായ കർത്താവ് വരുമ്പോൾ വേറെ ആരും ആ കൂടെ കയറിയിരിക്കുകയില്ല. അവന് ജീവിതം കൊടുത്ത ഒരുങ്ങിയ ഒരു മണവാട്ടി മാത്രമേ ഇരിക്കത്തുള്ളൂ. യേശു കർത്താവ് ഇന്ന സഭയെ ചേർക്കാൻ പോകുന്നു ബൈബിളിലില്ല. തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ പോകുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞത്. കൊരിന്ത്യ സഭ പല നാമങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ പറയുക, ക്രിസ്തു എന്ന ഏക പുരുഷനെ അല്ലേ ഞാൻ ഏൽപ്പിച്ച്, പിന്നെ അങ്ങനെ പല നാമങ്ങൾ വന്നേ. ഒറ്റയാളെ മാത്രം നോക്കിയിരിക്കുന്ന മക്കൾക്കായി യേശു വരുന്നു. യഹൂദ വിവാഹത്തിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ ഹോളും പള്ളിയും തീരുമാനിക്കില്ല. ചെറുക്കം പോയി വീടെല്ലാം ഒരുക്കണമെന്നാണ്. വീടൊക്കെ റെഡിയായി കഴിയുമ്പോൾ ആർപ്പുവിളികളോടെ വരും. അതാ 10 കന്യകമാരുടെ ഉപമയിൽ നനച്ചിരിക്കാത്ത സമയത്താണ് വരുന്നത്. അന്ന് മുതൽ വിവാഹ നിശ്ചയം കഴിയുന്ന അന്ന് മുതൽ ഈ പെൺകുട്ടി മോതിരം നോക്കി മണവാളൻ്റെ വരവ് കാത്തുനിരിക്കുകയാണ്. എല്ലാം ഒരുങ്ങുമ്പം വരും. അതുകൊണ്ടാണ് യേശു തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലയാഴ്ചയിൽ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോവുക. ഒരുങ്ങിക്കഴിയുമ്പോൾ ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെ വരുത്താനായി വരും. എൻ്റെ യേശു മണവാളൻ്റെ വരവിൻ്റെ ആർപ്പുവിളിയ യഹൂദൻ മടങ്ങി നാട്ടിൽ ചെന്നത്. ഓസോൺ പാളികൾ തകരുന്നത്, കടലിളകി കരയിലേക്ക് വരുന്നത്, ഇതെല്ലാം സംഭവിക്കുന്ന കാണുമ്പോൾ ഓർത്തോണം, ലോകം നിലവിളിക്കും. നിങ്ങളോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ കല്യാണ ദിവസം അടുത്തത് കൊണ്ട് തല ഉയർത്തുകയും. ആ വലിയ വിവാഹത്തിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഈ യേശുവിനെ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ മണവാളനായാൽ നിത്യജീവൻ, സ്വർഗം നിങ്ങളുടേതായിരിക്കും. യേശു ഈ വീട്ടിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്വർഗമാകും, സ്വർഗം നമ്മുടെ വീടാകും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ പകരും. ഇന്നിവിടെ വന്ന നമ്മുടെ മധ്യത്തിൽ യേശുവുണ്ട്. ഖാനാവിലെ വിവാഹത്തിന് അവരുടെ കല്യാണത്തിന് കൂടി പോവല്ല, അവരുടെ ആവശ്യങ്ങളോട് നിവർത്തിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിവിടെ വന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും കൂടെ കർത്താവ് നിവർത്തിക്കും. ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. താങ്ക് യു ജീസസ്. ഈ വിവാഹം ഞാൻ ആശീർവദിക്കുന്നതിന് മുമ്പേ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ചു. ഖാനാവിലെ വിവാഹത്തിന് ചെന്ന് അവരുടെ ആവശ്യം നിവർത്തിച്ച കർത്താവ് ഇന്നിവിടെ വന്നവരുടെ ആവശ്യങ്ങളും നിവർത്തിക്കും. കുടുംബജീവിതം അനുഗ്രഹിക്കും. തകർന്ന കുഞ്ഞുങ്ങളെ മടക്കി വരുത്തും. മദ്യപാനം മാറ്റും, രോഗം മാറ്റും. ഏത് പ്രയാസമാണോ യേശു ഇന്നിവിടെ ഉണ്ട്. ഇതുപോലൊരു വിവാഹം മല്ലപ്പള്ളിയിൽ നടക്കുമ്പോൾ ഒരു അത്ഭുത രോഗസൗഖ്യം ശുശ്രൂഷയിലിരുന്ന ഒരാൾക്കുണ്ടായി. അദ്ദേഹം ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു നമ്മുടെ കർത്താവ് ഇവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. And glorify your name, glorify your name in all the earth. Hallelujah. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഇവിടെ വന്ന് എല്ലാവരെയും സ്പർശിക്കണമേ, അവരുടെ ആവശ്യങ്ങളെ സ്പർശിക്കണമേ. കുടുംബ ജീവിതത്തെ, കുഞ്ഞുങ്ങളെ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെ സ്പർശിക്കണമേ. ശാരീരിക വിടുതൽ വേണ്ടവർക്കത്, സന്തോഷം വേണ്ടവർക്കത്, സാമ്പത്തിക വിടുതൽ വേണ്ടവർക്ക്, എന്താണ് അവരുടെ ജീവിതത്തിൽ വേണ്ടത്
എൻ്റെ യേശുവെ, കാനാവിലെ വിവാഹത്തിന് നിന്റെ ജനത്തിൻ്റെ ആവശ്യം നടത്തിയ കർത്താവ് ഓരോരുത്തരെയും സ്പർശിക്കും. കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ തടത്തിൽ വീട്ടിൽ പാസ്റ്റർ TK ഐപ്പിൻ്റെയും ലേറ്റ് ശ്രീമതി എലിസബത്ത് ഐപ്പിൻ്റെയും മകൻ ഹെവൻലി ഫീസ് സഭാംഗം വിവേക് മാത്യു ആണ് ഇന്ന് വിവാഹത്തിനാകുന്ന വരൻ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ബ്രദർ. എറണാകുളം ജില്ലയിൽ ഖണയന്നൂർ താലൂക്കിൽ തൃക്കണ്ണാർവട്ടം വില്ലേജിൽ ചെറുവത്തൂർ വീട്ടിൽ ശ്രീ CG കൊച്ചുണ്ണിയുടെയും ശ്രീമതി ഉഷ കൊച്ചുണ്ണിയുടെയും മകൾ IPC റഹബോത്ത് സഭാംഗം സിസ്റ്റർ ജിഷ കൊച്ചുണ്ണിയാണ് ഇന്ന് വിവാഹിതയാകുന്ന വധു. പ്ലീസ് സ്റ്റാൻഡ്. ഇവരിരുവരുടെയും പേരൻസ് കൂടെ ഈ സ്റ്റേജിലേക്ക് വന്ന് ഇവരുടെ സമീപം നിൽക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ഐപ്പ് പാസ്റ്ററേയും മോൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ സഹായിക്കണം. ഇവരുടെയും വിവാഹം ഇരു കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും ചേർന്ന് എടുത്തിട്ടുള്ളതും ഇന്ന് ഈ ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതും ഈ തീരുമാനം സഭകളിൽ അറിയിച്ചിട്ടുള്ളതും ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ഇന്ത്യൻ നിയമം അനുസരിച്ചോ ദൈവവചന പ്രകാരമോ ന്യായമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നൽകിയിരുന്നെങ്കിലും അപ്രകാരമുള്ള ഒരു തടസ്സവാദങ്ങളും ഇന്നുവരെ ആരും ഉന്നയിച്ചിട്ടില്ലായകയാൽ ഈ വിവാഹം ആശീർവദിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ ഇന്നയോളം മൗനമായിരുന്ന ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നെല്ലാവരെയും ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തുകൊള്ളു. ഇവരുടെ സമ്മതങ്ങൾ അവരെ അറിയിച്ചിട്ടുള്ളതാണെങ്കിലും വിവാഹ ശുശ്രൂഷയിൽ പരസ്യമായി അവരിപ്പോൾ സമ്മതങ്ങൾ അറിയിക്കേണ്ടതാണ്. ഈ സമയത്ത് അവരുടെ സമ്മതങ്ങൾ അവരറിയിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഈ സമയത്ത് ബ്രദർ വിവേകിനോട് ഞാൻ ചോദിക്കുന്നു, വിവേക്, നിന്റെ സമീപം നിൽക്കുന്ന ജിഷ എന്ന ഈ പെൺകുട്ടിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ സമ്മതിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും നൽകി തരുന്ന ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ശ്രേഷ്ഠ ബന്ധമാണ് വിവാഹബന്ധം. ഈ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ ജിഷയെ മാത്രം സ്നേഹിച്ച് അവളോട് മാത്രം ചേർന്നിരുന്നു, പോറ്റി പുലർത്തി, അവൾക്ക് ബഹുമാനം നൽകി ഒരു ഉത്തമ ക്രൈസ്തവ ഭർത്താവിൻ്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ദൈവസ്നേഹത്തിൽ അവളോട് മാത്രം നിവർത്തിച്ചു കൊള്ളാമെന്ന് കർത്താവിൽ ഇന്ന് അവൾക്ക് നിന്റെ സ്നേഹത്തിൻ്റെ തീരുമാനം കൊടുക്കുവാൻ കഴിയുമോ? ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് സിസ്റ്റർ ജിഷയോട് ഞാൻ ചോദിക്കുന്നു, ജിഷ, നിന്റെ സമീപം നിൽക്കുന്ന വിവേക് എന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ സമ്മതമാണ്? ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആയുഷ്കാലം മുഴുവൻ വിവേകിനോട് മാത്രം ചേർന്ന് കീഴ്പ്പെട്ട് അനുസരിച്ച് സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരുന്നത് പോലെ ദൈവസ്നേഹത്തിന് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ക്രൈസ്തവ ഭാര്യയുടെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും കർത്താവിൽ ആശ്രയിച്ച് അവന് മാത്രം ചെയ്തു കൊള്ളാമെന്നുള്ള സ്നേഹത്തിൻ്റെ തീരുമാനം ഇന്നവനെ അറിയിക്കാൻ സാധിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അവരുടെ ഈ സമ്മതങ്ങൾ അറിയിച്ചിരിക്കുന്ന സമയത്ത് ഈ വിവാഹം ആശീർവദിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അവരുടെ കരങ്ങളെ ഞങ്ങൾ യോജിപ്പിച്ച് പ്രാർത്ഥിക്കും, എന്നാൽ അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന കർത്താവ്
ദൈവം അവരെ യോജിപ്പിക്കുന്ന ഈ സമയത്ത് ദൈവ സാന്നിധ്യത്തോടുള്ള ബഹുമാനത്തിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേൽക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ബ്രദർ വിവേകിനെയും സിസ്റ്റർ ജിഷയെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതങ്ങളാക്കി നിർത്തിയ ഈ മാതാപിതാക്കളെ ഒരു വാക്കിൽ അഭിനന്ദിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മോനെ കർത്താവിൽ വളർത്തുകയും നടത്തുകയും ചെയ്ത കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും കർത്താവ് അനുഗ്രഹം പകരട്ടെ. ഈ ദിവസത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഈ കുഞ്ഞിനെ അവർ വളർത്തിയത്. ഈ മോളെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവേദനായി വളർത്തിക്കൊണ്ടുവന്ന ഈ കുടുംബത്തെ കർത്താവ് എല്ലാ അനുഗ്രഹത്താലും നൽകട്ടെ. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ജിഷയുടെ പപ്പായും അമ്മയും ചേർന്ന് അവളുടെ വലതുകരം മോൻ്റെ വലതുകരത്തിലേക്ക് കൊടുക്കണം. ഞാൻ അവനൊരു തക്ക തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആദ്യ പിതാവായ ആദമിന് വേണ്ടി ഹവ്വയെ ഒരുക്കുകയും അവരെ ഏദൻ തോട്ടത്തിൽ ഒന്നാക്കി തീർത്ത് അവരെ ആശീർവദിച്ച ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. ആ കാനാവിലെ വിവാഹത്തിന് ഇറങ്ങി വന്ന അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും അങ്ങയുടെ അത്ഭുതം കൊണ്ടും ആ കുടുംബത്തെ അനുഗ്രഹിച്ച ഞങ്ങളുടെ രക്ഷകനായ യേശുവെ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദി. ഹൃദയങ്ങളെ ഒന്നാക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. ഇപ്പോൾ കർത്താവെ, അവിടുന്ന് സഭയ്ക്ക് നൽകിയ അധികാരത്തിലും അങ്ങയുടെ ദാസനായ അടിയൻ്റെ മേൽ നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പിതാവാം ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെയും നാമത്തിൽ ഞാൻ ഈ പുരുഷനെയും സ്ത്രീയെയും വിവാഹത്താൽ യോജിപ്പിച്ചു. അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും സാമ്പത്തികമായും
എല്ലാ വഴികളിലും നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സമയത്ത് എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും ഈ പ്രിയപ്പെട്ടവരുടെ നേരെ നിങ്ങളുടെ കരകൾ നീട്ടുമ്പോൾ രണ്ട് ഭാഗത്തുള്ള പേരൻസും ഈ ഹാളിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ കരം നീട്ടി ഹൃദയം തുറന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട്. ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ E. A. വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ നിന്റെ മക്കളായ ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ സമയം എത്രയുമായിരിക്കാൻ വിവാഹ ജീവിതത്തിൻ്റെ ധന്യമായ അവസ്ഥയെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദാസന്മാർ കൂടെ തിരുവചന സത്യങ്ങളെ ഗ്രഹിപ്പാനും സഹായിച്ചതുകൊണ്ട് ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് തിരുവചനം കേട്ട് അതിൻ്റെ സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആയുഷ്കാലം മുഴുവനും ഒരുമിച്ച് പാർക്കേണ്ടതിന് തീരുമാനമെടുത്ത് തിരുസന്നിധിയിലായിരിക്കുന്ന നിന്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ അവരുടെ ഭാര്യമാരോടൊത്ത് കുടുംബജീവിതത്തിൽ അനുഗ്രഹിച്ച വല്ലഭനായ കർത്താവേ, അവിടുന്ന് ഇന്ന് പകൽക്കാലം ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാൻ ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച യേശുവിൻ്റെ ധന്യനാമത്തിൽ ദാസന്മാരാ ഞങ്ങൾ ഒരുമിച്ച് ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കണമേ. ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ നിങ്ങൾ ഇരുവരും ഇപ്പോൾ ബ്രദർ വിവേകും സിസ്റ്റർ ജിഷയും ഒരു ക്രിസ്തുവിലുള്ള ഭർത്താവിൻ്റെ കടമകളും ക്രിസ്തുവിലുള്ള ഒരു ഭാര്യയുടെ കടമകളും പരസ്പരം നിവർത്തിക്കാനുള്ള അവരുടെ സ്നേഹത്തിൻ്റെ തീരുമാനങ്ങൾ പരസ്പരം പറയുന്ന അവസരമാണ്. വിവേകാകുന്ന ഞാൻ ജിഷ എന്ന നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ഈ ലോകത്ത് അനുവദിച്ചിരിക്കുന്ന ആയുഷ്കാലം മുഴുവൻ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് പോറ്റി പുലർത്തി മാന്യത നൽകി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുള്ള എൻ്റെ തീരുമാനം കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നിനക്ക് നൽകിക്കൊള്ളും. നമുക്കെല്ലാവർക്കും ആമേൻ എന്ന് പറയാം. ജിഷ ആകുന്ന ഞാൻ വിവേക് അങ്ങയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ഈ ലോകത്ത് അനുവദിച്ചിരിക്കുന്നു. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അങ്ങയോട് മാത്രം ചേർന്ന് അങ്ങേക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് സ്നേഹിച്ച് ഒരു ഉത്തമ ക്രൈസ്തവ ഭാര്യ എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും സഭ ക്രിസ്തുവിന് ചെയ്തതുപോലെ ദൈവസ്നേഹത്തിൽ അങ്ങയോട് നിവർത്തിക്കുവാൻ എൻ്റെ സ്നേഹത്തിൻ്റെ തീരുമാനം ഞാൻ അങ്ങേ അറിയിക്കുന്നു. നമുക്ക് ആമേൻ എന്ന് പറയുന്നു. സന്തോഷിക്കും
വിവാഹബന്ധം ദൈവത്താൽ സ്ഥാപിതവും ലോകത്തിൽ ആരും അത് വേർതിരിച്ചു കൂടാത്തതുമാണ്. പല കുടുംബജീവിതങ്ങളും തകരാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വിവാഹ കോടതിയുടെ ജഡ്ജി ഞങ്ങളോട് പറയാറുണ്ട്. പല കുടുംബാംഗങ്ങളുടെയും അനവസരത്തിലുള്ള ഇടപെടലുകളുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ കർത്താവ് അതിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ഒന്നും അതിൻ്റെ മധ്യത്തിൽ ഇടപെടാൻ പാടില്ല. നിങ്ങളുടെ മധ്യത്തിൽ കർത്താവായിരിക്കണം നിൽക്കുന്നത്. അത് സംബന്ധിച്ച് കർത്താവായ യേശു തൻ്റെ സ്വന്തം വാമൊഴിയായി പറഞ്ഞ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ.യു. ജോൺ വായിക്കുന്നത് ശ്രദ്ധിക്കുക. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവായ യേശു സ്വന്തം വാമൊഴിയായി പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ വലത് കരങ്ങൾ തമ്മിൽ കൊടുത്താണ്. കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ തടത്തിൽ വീട്ടിൽ പാസ്റ്റർ ടി.കെ. അയ്യപ്പിൻ്റെയും പരേതയായ ശ്രീമതി എലിസബത്ത് അയ്യപ്പിൻ്റെയും മകൻ ഈ നിൽക്കുന്ന ബ്രദർ വിവേക് മാത്യു, എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ തൃക്കണാർവട്ടം വില്ലേജിൽ ചെറുവത്തൂർ വീട്ടിൽ ശ്രീ സി.ജി. കൊച്ചുണ്ണിയുടെയും ശ്രീമതി ഉഷ കൊച്ചുണ്ണിയുടെയും മകൾ ഈ നിൽക്കുന്ന സിസ്റ്റർ ജിഷ കൊച്ചുണ്ണി, ഇവർ ഇരുവരും ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരവും ദൈവവചന പ്രകാരവും ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം ഞാൻ സന്തോഷത്തോടെ വിളംബരം ചെയ്യുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹെവൻലി പീസ് ചർച്ചിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ഇരു സഭകൾക്കും ഇരു കുടുംബങ്ങൾക്കും നമ്മുടെ രാജ്യമായ ഭാരതത്തിനും. നിങ്ങൾക്ക് മറക്കാത്ത ഒരു വിവാഹ ദിവസമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ. ഈ കുടുംബം നമ്മുടെ രാജ്യത്തിനും അഭിമാനമുള്ളൊരു കുടുംബമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ കൊയർ ഒരു ആശംസാ ഗാനം പാടുമ്പോൾ ഇവർ രണ്ടുപേരും ഈ കസേരകളിൽ വന്നിരുന്ന് ഈ രജിസ്റ്ററിൽ അവർ ഒപ്പുവെക്കുന്നതായിരിക്കും. തുടർന്ന് ഇരുഭാഗത്തു നിന്നും പിതാക്കന്മാരും ഓരോ സാക്ഷികളും രജിസ്റ്ററിൽ ഒപ്പുവെക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കും. Oh
സന്തോഷമുണ്ട്. ഇരു വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, ഇരു കുടുംബങ്ങളും കൂടാണല്ലോ ഒന്ന് ചേർന്നിരിക്കുന്നത്. ഈ സമയത്ത് ബ്രദർ വിവേകിൻ്റെ പിതൃ സഹോദരിയാണ്. ഇപ്പോൾ ആൻറ്റി മുമ്പോട്ട് വന്ന് മോളെ കൈ കൊടുത്ത് ഒരു ചുംബനം നൽകി നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കണം. ആ സമയത്ത് എല്ലാവരും ഒന്ന് കരമടിച്ച് നമുക്ക് ഈ നല്ല മുഹൂർത്തത്തിൽ പങ്കുകൊള്ളാം. ഈ സമയത്ത് ജിഷയുടെ പിതാവ് മുൻപോട്ട് കടന്നു വന്ന് മോനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു മകനെ കൂടെ ലഭിച്ചിരിക്കുന്നു. കരം കൊടുത്ത് ആശ്ലേഷിച്ച് സ്വീകരിക്കാം. എല്ലാവർക്കും ദൈവസ്ഥലിൽ എഴുന്നേക്കാം. ഈ വിവാഹ ശുശ്രൂഷ ആദ്യോടന്തം കർത്താവ് അനുഗ്രഹിച്ചു. പാസ്റ്റർ ജോൺ തോമസ് അല്ലേ? സ്തോത്രം. നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയിലുടനീളം കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്ന കർത്താവിൻ്റെ നന്മയ്ക്കായി നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം. എല്ലാവരും നന്ദി പറഞ്ഞാട്ട് ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലൂടെ സമാപിക്കുകയാണ്. IPC സഭയുടെ സെൻട്രൽ പാസ്റ്ററായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതേ തുടർന്ന് വിവേകിൻ്റെ പിതാവ് പാസ്റ്റർ ഐപ്പ് തന്നെ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതായിരിക്കും. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ വേളയിൽ മഹത്വമേറിയ ഒരു ശുശ്രൂഷയോട് നിർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗം അവിടെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. മനുഷ്യൻ തന്നെ എനിക്ക് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണിയെ ഒരുക്കി കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ധന്യനായ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. 2 പ്രദേശങ്ങളിൽ 2 സ്ഥലങ്ങളിലൊക്കെ പാർത്ത ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്നിവിടെ പകൽക്കാലം കൂടി വന്ന് ഈ ശുശ്രൂഷയിൽ സാക്ഷിയാകുവാൻ അവിടെ നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളുടെ പ്രിയ വിവേകിനും ജിസയ്ക്കും ഭാഗ്യം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിവർത്തിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ ശക്തീകരിച്ചതോർത്ത് നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് ഞങ്ങളെ മാനിച്ച അനുഗ്രഹത്തോടെ നടത്തണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് കയ്യേറ്റ് നടത്തിയതോർത്ത് സ്തോത്രം. പ്രാർത്ഥന ഘട്ടത്തിലോ മഹത്വം ഞങ്ങളുടെ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ കൃപയുടെ കൽപ്പന പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആശയും കൂട്ടായ്മയും അനുഗ്രഹവും ഞങ്ങളെല്ലാവരോടും കൂടെയും വിവാഹരായ പ്രേമക്കളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ വേഗം വരേണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവെ കൃപയാൽ ലഭിച്ച ഭക്ഷണത്തിനായ സ്തോത്രം. കർത്താവിനെ ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ഭക്ഷിച്ച് ബലപ്പെട്ട് തിരുനാമത്തിനായി തീരുമാനമൊരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ മംഗളകർമ്മത്തിൽ നിങ്ങളെവരോടുമൊപ്പം എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തിരുവഴുത്തിൽ പറയുന്നത് പോലെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിനം, ഇന്ന് നമ്മൾ സന്തോഷിച്ച് ആനന്ദിപ്പിക്കും. വിവാഹം എന്ന് പറയുന്നത് 2 കൂട്ടരുടെ ഐക്യമാണ്. ഇവരുടെ ഈ ഐക്യം ഇവർ പാർക്കുന്ന പ്രദേശത്തും സമൂഹത്തിലും ഇവരെത്തിച്ചേരുന്ന എല്ലാ മണ്ഡലങ്ങളിലും സൗഹൃദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവർക്ക് സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വിവാഹിതരായ വിവേകിനും ജിഷയ്ക്കും കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ബ്രദർ തോമസ് മറ്റ് പാസ്റ്റർമാരെ, ഈ ചടങ്ങിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
ഇന്നിവിടെ വിവാഹിതരായ നവദമ്പതികൾക്ക് എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ജീവിത രീതിയിൽ നിന്നും ഒന്നായി തീർന്ന ഈ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ എത്തണം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നിൽക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താത്തത്. ആ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശംസ അറിയിക്കുവാൻ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആശംസകളോട് ഞാൻ ഇവിടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തുടർന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി വാമ. ഏറ്റവും ബഹുമാന്യായ ശ്രീ തോമസ് കുട്ടി പാസ്റ്റർ, മറ്റ് ദേവദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യയുടെ ബന്ധുവും എൻ്റെ ഏറ്റവും സുഹൃത്തുമായ ശ്രീ വിവേകും ശ്രീമതി ദിശയും ഒന്നാകുന്ന ഈ മംഗളകർമ്മത്തിൽ